Hi students, in our previous class we were discussing some basic formulas regarding integration, and before that class we were discussing some basic formulas regarding differentiation. And one thing you should note that ഈ ഡിഫറൻസിയേഷൻ ഇൻറ്റഗ്രേഷൻ എന്ന് പറയുന്നത് എനിക്കറിയാം അത് ടഫായിട്ടുള്ള ടോപ്പിക്കാണ്. നിങ്ങൾക്ക് അതിൽ കുറേ സ്വാഭാവികമായിട്ടുള്ള ഡൗട്ട്സ് ഉണ്ടാവും. എങ്ങനെയാണ് ഇത് വരുന്നത്, ഞാൻ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് പറയുന്നില്ല. കാരണം നമുക്ക് അത് മാത്സിൽ വിശദമായി പഠിക്കാനുള്ളതാണ്. നമ്മളിവിടെ സംസാരിക്കുന്നത് അതിൻ്റെ ചില ഫോർമുലാസ് എങ്ങനെ യൂസ് ചെയ്യാം, അതിനൊന്ന് പ്രാക്ടീസ് ചെയ്ത് വെച്ചുകൊണ്ട് ഈ ഭാവിയിൽ നമുക്ക് ഫിസിക്സിന്റെ കുറേ പ്രോബ്ലംസ് വരുന്ന സമയത്ത് നമുക്ക് അതിനെ ഉപയോഗിക്കുന്ന സിറ്റുവേഷൻസ് വരും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കാം. Now in this class we are going to speak about our units and measurement chapter. Our chapter's name is units and measurements. Then speaking about units and measurements, എന്താണ് measurement? What is measurement? What all things do we measure? നമ്മൾ ഡെയിലി ലൈഫിൽ എന്തൊക്കെ സാധനങ്ങൾ മെഷർ ചെയ്യാറുണ്ട്? We used to measure the height of a person, the length of a rod, that means length, the weight of something, area of a room, volume of a container, velocity of a substance. Likewise, we used to measure different things in our daily life. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്താണ് മെഷർമെന്റ്? ഇപ്പം നമ്മൾ ഹൈറ്റ് മെഷർ ചെയ്യാൻ വിചാരിച്ചു. ഇഫ് യു ആർ മെഷറിംഗ് ദ ഹൈറ്റ് ഓഫ് എ പേഴ്സൺ, വി വിൽ യൂസ് സ്കെയിൽ. ചിലപ്പം മീറ്റർ സ്കെയിലോ സെന്റിമീറ്റർ സ്കെയിലോ അങ്ങനെയുള്ള സ്കെയിൽസ് യൂസ് ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ പറയും ഈ ഒരു കുട്ടിയേക്കാൾ ഹൈറ്റ് കൂടിയ കുട്ടിയാണ് മറ്റേത്, അല്ലെങ്കിൽ ഇവനേക്കാൾ ഹൈറ്റ് കുറവാണ് ഞാൻ കണ്ട ആ ഒരു മനുഷ്യന്. അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ അത് തന്നെയാണ് മെഷർമെന്റ്. അല്ലെങ്കിൽ ഈ ഒരു മാങ്ങയേക്കാൾ ഭാരം കൂടിയ മാങ്ങയാണ് മറ്റേത്. We are actually comparing one physical quantity with another non-physical quantity. അതായത് ഒരു മാങ്ങയുടെ ഭാരത്തിനെ വേറൊരു മാങ്ങയുടെ ഭാരവുമായിട്ട് കമ്പയർ ചെയ്യും. We'll compare the length of one substance or length of one person with the length of another person. Sometimes we will compare with the area of one classroom with respect to area of other classroom. That means measurement, it is the comparison of a unknown physical quantity with a non-physical quantity. നമുക്ക് ഇതുവരെ പരിചയമില്ലാത്തൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റീനെ നമുക്ക് അതേ രീതിയിലുള്ള പരിചയമുള്ള ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുമായിട്ട് താരതമ്യപ്പെടുത്താം, അല്ലെ കമ്പയർ ചെയ്യാം. That phenomena or that process is called actually measurement. What all things do we measure in this world? നമ്മളുടെ ഡെയിലി ലൈഫിൽ എന്തൊക്കെ സാധനങ്ങൾ മെഷർ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വി യൂസ് ടു മെഷർ ഡിഫറെന്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. നമ്മൾ ഡെയിലി ലൈഫിൽ ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും ഒക്കെ കുറേ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ മെഷർ ചെയ്യാറുണ്ട്. വൈ ഡു വി മെഷർ തിങ്സ്? എന്തിനാണ് നമ്മുടെ ഡെയിലി ലൈഫിൽ ഇത്രത്തോളം കാര്യങ്ങളൊക്കെ മെഷർ ചെയ്യുന്നത്? ആ ചോദ്യത്തിന് നമുക്ക് ഉത്തരം പറയണമെങ്കിൽ നമുക്ക് പറയാം, ചിലപ്പം ചില കാര്യങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ചില സാധനത്തിനെ പറ്റിയിട്ടുള്ള ഒരു ആക്ച്വൽ വ്യൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം if I am saying one person is taller than Amir Khan and he is shorter than Hrithik Roshan, you can have an approximate height of that person. ഒരാളെ പറ്റിയിട്ടുള്ള ഒരു ധാരണ ഏകദേശം ഉണ്ടാവും. And if I am talking, ഒരു ആള് എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ പ്രിൻസിപ്പൽ അച്ഛനേക്കാൾ ആരോഗ്യം കുറവും എന്നാൽ എന്നേക്കാൾ ആരോഗ്യം കൂടുതലുമാണെന്ന് പറയുകയാണെങ്കിൽ there also we are comparing two physical quantity. നിങ്ങൾ എന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കപ്പം അവരുടെ ഏകദേശം ആരോഗ്യസ്ഥിതി മനസ്സിലായിട്ടുണ്ടാവും. എന്തായാലും we are measuring something to know about a physical quantity. നമ്മളിപ്പോൾ കറിയിലേക്ക്
ഉപ്പ് ഇടുകയാണെങ്കിലും മുളക് ഇടുകയാണെങ്കിലും ഒക്കെ അതൊക്കെ മെഷർ ചെയ്തിട്ടാണ് ഇടുക അല്ലെ. അപ്പൊ ചില കാര്യങ്ങളെ പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്ര ഉപ്പും ഇത്ര മുളകൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ആ കറി ഇങ്ങനെ ഒരു രൂപത്തിലൊക്കെ ആവും. എല്ലാം നമ്മൾ മെഷർ ചെയ്യാതെയാണ് ചെയ്യുന്നത് വെച്ചാൽ കറി ആവും, പക്ഷെ നമുക്ക് ചിലപ്പം കൂട്ടാൻ പറ്റില്ല. എന്തായാലും മെഷർമെന്റ് ഇസ് ഡൺ ഫോർ predicting some phenomena and it is done to know about a physical quantity. നമുക്കിപ്പം റൂമിൽ എത്ര ടൈൽസ് ഇടണം എന്ന് അറിയണമെങ്കിൽ ആ റൂമിന്റെ ഏരിയ നമ്മൾ മെഷർ ചെയ്യണം. എന്നാൽ അല്ലാണ്ട് ഒരു സുമാറ് ടൈൽസ് അങ്ങോട്ട് മേടിച്ചുകൊണ്ട് വന്നിട്ട് പിന്നെ ബാക്കിയുള്ള തിരിച്ചുകൊണ്ട് കൊടുക്കുക അങ്ങനെയല്ലല്ലോ നമ്മൾ ചെയ്യാം. നമ്മൾ റൂമിന്റെ ഏരിയ ഒക്കെ മെഷർ ചെയ്തിട്ട് എന്നിട്ട് വ്യക്തമായി അതിനനുസരിച്ചുള്ള ടൈൽസ് ആണ് മേടിക്കാം. എന്തായാലും we use to measure and this is the use of measurement. What is the role of unit in the measurement? ഇനി മെഷർമെന്റിൽ യൂണിറ്റ്സ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? വാട്ട് ഇസ് യൂണിറ്റ്സ്? അപ്പം നിങ്ങളിപ്പോൾ ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് നോക്കുകയാണെങ്കിൽ ഞാൻ പറയാണ് ഒരാളുടെ ഹൈറ്റ് അമീർ ഖാനേക്കാൾ കൂടുതലാണ്, ഋത്തിക് റോഷനേക്കാൾ കുറവാണ്. അവിടെ നമ്മൾ യൂണിറ്റ് യൂസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. മെഷർ ചെയ്തോ? നമ്മൾ മെഷർമെന്റ് നടത്തിയിട്ടുണ്ട്. വി ആർ കമ്പയറിംഗ് an unknown physical quantity with a non physical quantity. ഒരാളുടെ ഹൈറ്റ് 5 foot 9 inch ആണ്, അല്ലെങ്കിൽ ഒരാളുടെ ഹൈറ്റ് 174 സെന്റിമീറ്റർ ആണ്. അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ ആ 5 foot 9 inch അതിലുള്ള ഫൂട്ടും ഇഞ്ചും യൂണിറ്റ് ആണ്. ഒരാളുടെ ഹൈറ്റ് 174 സെന്റിമീറ്റർ എന്ന് പറയുകയാണെങ്കിൽ അതിൽ സെന്റിമീറ്റർ എന്ന് പറയുന്നത് യൂണിറ്റ് ആണ്. ആരുടെ യൂണിറ്റ്? ലെങ്തിനെ മെഷർ ചെയ്യാനുള്ള യൂണിറ്റ്. സെന്റിമീറ്റർ, ഫൂട്ട്, ഇഞ്ച് എന്ന് പറയുന്നതൊക്കെ ലെങ്തിനെ മെഷർ ചെയ്യാനുള്ള യൂണിറ്റ് ആണ്. Therefore, what is unit? Unit is a standard comparison of a physical quantity. ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി, അതായത് ലെങ്ത് എന്ന് പറയുന്ന ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റീനെ കമ്പയർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള എല്ലാവർക്കും അറിയുന്ന കമ്പാരിസൺ. ഫൂട്ട്, ഇഞ്ച്, മീറ്റർ, സെന്റിമീറ്റർ ഒക്കെ ലെങ്ത്തിന്റെ എല്ലാവർക്കും അറിയാൻ പറ്റുന്ന ഒരു physical quantity ആണ്. Therefore, standard comparison of a physical quantity is unit. അങ്ങനെയാണെങ്കിൽ എത്ര യൂണിറ്റ്സ് ഉണ്ട് ലെങ്ത്തിന്? ഇപ്പൊ വെറുതെ ഒരു എക്സാമ്പിൾ ആയിട്ട് ലെങ്ത് എന്ന് പറയുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി എടുക്കുകയാണെങ്കിൽ ലെങ്ത് മെഷർ ചെയ്യാൻ എത്ര യൂണിറ്റ്സ് ഉണ്ട്? We can measure length by foot, inch, സെന്റിമീറ്റർ, മീറ്റർ, അങ്ങനെ പല പല യൂണിറ്റ്സ് യൂസ് ചെയ്യാറുണ്ട്. ഇതേപോലെ തന്നെ for measuring different physical quantities we were using different units. Then in earlier times മനുഷ്യന്മാര് പണ്ട് കാലത്ത് ജീവിക്കുന്ന സമയത്ത് അവര് വളരെ ചെറിയൊരു സർക്കിളിൽ ലിമിറ്റഡ് ആയിട്ടാണ് ജീവിച്ചിരുന്നത്. വളരെ ചെറിയൊരു സർക്കിളിൽ ലിമിറ്റഡ് ആയിട്ട് ജീവിച്ചിരുന്ന സമയത്ത് the communication system was not that much progressed. ആ ടൈമില് പല പല റീജിയനിൽ ജീവിച്ചിരുന്ന ആൾക്കാര് അവരുടെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് കുറെ പ്രിമിറ്റീവ് ആയിട്ടുള്ള യൂണിറ്റ്സുകളൊക്കെ ആയിരുന്നു യൂസ് ചെയ്തത്. അവർക്ക് അവരുടേതായിട്ടുള്ള സ്റ്റൈൽ ആയിട്ടുള്ള യൂണിറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. Then we started progressing and our communication system also developed as science is developing. സയൻസ് ഡെവലപ്പ് ചെയ്യാൻ കാരണം നമ്മളുടെ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങും നമുക്ക് ഇൻഫർമേഷൻസിനെ ഷെയർ ചെയ്യാനൊക്കെ പറ്റിയത് കൊണ്ടാണ്. അതുകൊണ്ട് സയൻസ് ഡെവലപ്പ് ചെയ്തതുകൊണ്ടാണ് നമ്മൾ ടെക്നോളജിക്കലായി ഡെവലപ്പ് ചെയ്തത്. അപ്പം ആസ് ദ സയൻസ് ആൻഡ് ടെക്നോളജി ഈസ് ഡെവലപ്പിംഗ് അവർ കമ്മ്യൂണിക്കേഷൻ ഓൾസോ എൻലാർജ്ഡ്. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ചെറിയൊരു സർക്കിളിൽ നിന്ന് മാറിയിട്ട് വലിയ റീജിയനിലേക്ക് എത്തി. And now we are in a situation that we could communicate with any person in any country within fractions of time. Oh, വളരെ ചെറിയ ടൈമിനോട് തന്നെ നമുക്ക് എവിടെയുള്ള ആൾക്കാർ, ഇന്ത്യയിലും അമേരിക്കയിലുള്ള ആൾക്കാരും ഇന്ത്യയിലും റഷ്യയിലുള്ള ആൾക്കാരൊക്കെ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ട്രാവൽ ചെയ്യാൻ പറ്റില്ല, പണ്ട് ട്രാവൽ ചെയ്യാനും പറ്റുമായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? വി ആർ ഏബിൾ ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് അതേഴ്സ്. ഞാൻ പറഞ്ഞു സയൻസ് ആൻഡ് ടെക്നോളജി പ്രോഗ്രസ് ചെയ്തത് ഇതേപോലത്തെ കമ്മ്യൂണിക്കേഷൻസ് ഉള്ളത് കൊണ്ടാണ്. കമ്മ്യൂണിക്കേഷൻസ് ഉള്ളത് കാരണമാണ് നമ്മളുടെ സയൻസ് ആൻഡ് ടെക്നോളജി ഇങ്ങനെ പ്രോഗ്രസ് ചെയ്ത് വന്നത്. അപ്പം ഇൻ ദ പ്രോഗ്രസിംഗ് ടൈം there were
three major systems of measurement. പണ്ടത്തെ കാലഘട്ടത്തിൽ നമുക്ക് മെഷർ ചെയ്യാൻ 3 ബേസിക് സിസ്റ്റംസ് ആയിരുന്നു യൂസ് ചെയ്തത്. ഞാൻ പറയുന്നത് എല്ലാവരും യൂസ് ചെയ്ത ആ സിസ്റ്റം എന്നല്ല, മേജർ ആയിട്ടുള്ള 3 ബേസിക് മെഷറിംഗ് സിസ്റ്റംസ്. ഇറ്റ് വാസ് CGS system, FPS system and MKS system. The three major systems of measurement that was used in earlier time was CGS system, FPS system and MKS system. CGS system ine aa peru varan karanam the expansion of CGS system is centimeter gram second system. What is CGS system? It is centimeter gram second system. അതായത് ലെങ്ത്തിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് സെന്റിമീറ്റർ എന്ന് പറയുന്ന യൂണിറ്റ് ആയിരുന്നു യൂസ് ചെയ്തത്, മാസിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രാം എന്ന് പറയുന്ന യൂണിറ്റ് ആയിരുന്നു യൂസ് ചെയ്തത്. ആൻഡ് ഇൻ ഓർഡർ ടു മെഷർ ടൈം they were using the unit of second. Then you could imagine what is FPS system. The full form of FPS system is foot pound second system. Foot pound second system. Foot was the unit used for measuring length. Pound was the unit used for measuring mass. Pound was the unit used for measuring mass. And second was the unit used for measuring time. Then another important system of measurement was MKS system. It was meter was the unit used for measuring mass, not mass. Meter was the unit used for measuring length. Kilogram was the unit used for measuring mass. And second was the unit used for measuring time. അങ്ങനെ 3 മേജർ സിസ്റ്റംസ് ആയിരുന്നു പണ്ടുള്ളത്. ഇത് മാത്രമായിരുന്നു ഉള്ളത് വെച്ചിട്ടുണ്ടല്ല, പല പെർമിലിറ്റി കൺട്രീസിൽ കുറെ ഡിഫറെന്റ് സിസ്റ്റംസ് ഉണ്ടായിരുന്നു. മേജർ ഡെവലപ്ഡ് കൺട്രീസിലൊക്കെ ഈ 3 സിസ്റ്റംസ് ആയിരുന്നു യൂസ് ചെയ്തത്. ഓക്കെ, ദെൻ what happened is, as the science and technology is progressing, ഞാൻ പറഞ്ഞ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് സയൻസും ടെക്നോളജിയും പ്രോഗ്രസ് ചെയ്യുന്നത്. ടെക്നോളജി പ്രോഗ്രസ് ചെയ്യുന്നതനുസരിച്ച് സയൻസ് പ്രോഗ്രസ് ചെയ്യും, സയൻസ് പ്രോഗ്രസ് ചെയ്യുന്നതനുസരിച്ച് ടെക്നോളജി പ്രോഗ്രസ് ചെയ്യും. നമ്മളുടെ പല സയന്റിഫിക് ഇൻവെൻഷൻസ് ടെക്നോളജിക്കൽ ഡെവലപ്മെന്റിന് കാരണമായിട്ടുണ്ട്. ടെക്നോളജിക്കൽ ആയിട്ടുള്ള പുതിയ ഡെവലപ്മെന്റ്സ് സയൻസ് ആൻഡ് ടെക്നോളജി അല്ലെങ്കിൽ സയൻസിനെ എക്സ്പാൻഡ് ചെയ്യാൻ കാരണമായിട്ടുണ്ട്. എന്തായാലും ഇൻഫർമേഷൻസ് എന്ത് ചെയ്യണം, നമ്മളുടെ ലോജിക്കൽ ആയിട്ടുള്ള സയന്റിഫിക് ഇൻഫർമേഷൻസ് ഇറ്റ് ഷുഡ് ബി കമ്മ്യൂണിക്കേറ്റഡ് വിത്ത് ഇന്റലിജന്റ് പേഴ്സൺസ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഡാറ്റാസ് ഷെയർ ചെയ്യണം. അപ്പം ഈ സമയത്ത് different countries were using different systems of measurement that caused some confusions and delay in the transferring of information. പല യൂണിറ്റ്സ്, അതായത് CGS സിസ്റ്റത്തിനെ ഫ്രഞ്ച് സിസ്റ്റം എന്നാണ് വിളിക്കുന്നത്. ഫ്രഞ്ച് സിസ്റ്റം കാരണം ഫ്രാൻസും അതിനടുത്തുള്ള കുറച്ച് കൺട്രീസിലൊക്കെ CGS സിസ്റ്റം ആയിരുന്നു യൂസ് ചെയ്തത്, സെന്റിമീറ്റർ ഗ്രാം സെക്കൻഡ് സിസ്റ്റം. FPS സിസ്റ്റത്തിനെ it was called as British system. It's because it was mainly used in British and Britain invaded countries. ബ്രിട്ടന്റെ റൂൾ ഉള്ള കൺട്രീസിലും അതേപോലെ തന്നെ ബ്രിട്ടനിലൊക്കെ FPS സിസ്റ്റം ആയിരുന്നു യൂസ് ചെയ്തത്. പണ്ട് കാലത്ത് നമ്മളുടെ കൺട്രിയിലും FPS സിസ്റ്റം ആയിരുന്നു കൂടുതലായിട്ട് അഡോപ്റ്റ് ചെയ്തത്. നമ്മൾ ബ്രിട്ടീഷുകാരുടെ കീഴിലായിരുന്നു പണ്ട്. ദെൻ MKS സിസ്റ്റം, ഇതല്ലാത്ത ഫ്രാൻസിലും ബ്രിട്ടനിലും അല്ലാണ്ടുള്ള കുറെ മെജോറിറ്റി ഓഫ് ദി കൺട്രീസ് ഡെവലപ്ഡ് കൺട്രീസിലും MKS സിസ്റ്റം ആയിരുന്നു യൂസ് ചെയ്തത്. അതുകൊണ്ട് ഇത് ഫ്രഞ്ച് സിസ്റ്റം, ഇത് ബ്രിട്ടീഷ് സിസ്റ്റം എന്ന് പറയുന്ന ഇതിനെ ഒരു കൺട്രിയുടെ പേരിൽ വിളിക്കാറില്ല. ഇറ്റ് വാസ് കോൾഡ് ആസ് മെട്രിക് സിസ്റ്റം. അതിന് മെട്രിക് സിസ്റ്റം എന്നൊക്കെ വിളിക്കാറുണ്ട്. ലേറ്റർ ഇറ്റ് വാസ് റീഡിഫൈൻഡ് ആസ് MKSA സിസ്റ്റം. Then let's speak about that. എന്തായാലും ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ സംഭവിച്ചു. ഇനി ഈ പല കൺട്രീസ് പല യൂണിറ്റ്സ് യൂസ് ചെയ്യുന്ന പരിപാടി അവസാനിപ്പിക്കണമെന്ന് സയന്റിഫിക് കമ്മ്യൂണിറ്റിക്ക് തോന്നി. സയന്റിഫിക് കമ്മ്യൂണിറ്റി they decided that we should stop these confusions regarding unit and we should adopt a standard unit for measuring all physical quantities. എല്ലാ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെയും സയന്റിഫിക് കമ്മ്യൂണിറ്റിയിൽ മെഷർ ചെയ്തിട്ട് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റാൻഡേർഡ് യൂണിറ്റ് യൂസ് ചെയ്യണമെന്ന് സയന്റിഫിക് കമ്മ്യൂണിറ്റിക്ക് തോന്നി. ആൻഡ് that resulted in the new system of measurement, SI system. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ വിശദമായി പഠിക്കാം. SI system.
ഓക്കെ.